നേരം വെളുത്തപ്പം തൊട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഒരു മാന്യയോ മുയലിനെയോ ഒരു മുള്ളം പന്നിയെ പോലും കാണുന്നില്ലല്ലോ ദൈവമേ. മുള്ളം പന്നി വേണ്ട, വെറുതെ ഞാൻ അതിനെ പിടിക്കാൻ ചെന്ന് കയറിയിട്ട് അതിന് മുള്ളാണം തെറിപ്പിച്ച് കഴിഞ്ഞാൽ ദേഹത്ത് മൊത്തം മുള്ളുമായിട്ട് നടക്കേണ്ടി വരും. എന്തിനാ വെറുതെ? മിക്കവാറും ഇന്നലത്തെ കണക്ക് ഇന്ന് ഇവിടെ പട്ടിണി എഴുന്നതിൻ്റെ അടപ്പളവെന്നാണ് എനിക്ക് തോന്നുന്നത്. ചൊറിയുകയും ചെയ്യുന്നല്ലേ ഇത്. എന്നാ കഷ്ട വന്ന് നോക്കിക്കേ. കുറെ നാളായിട്ട് വിചാരിക്കുവാ ഈ മരക്കമ്പിലൊന്ന് തലകീഴായിട്ട് ഞാൻ കിടക്കണമെന്ന്. ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ ബാക്കി കാര്യം ഇത്. അയ്യോടിയേ, ഇത് കൊള്ളാവില്ലത്. ഇങ്ങനെ തലകീഴായിട്ടിരുന്ന് കാണാനും കാഴ്ചകളൊക്കെ നല്ല രസമുണ്ടല്ലോ. ഇനി ഒന്ന് മേലോട്ട് പൊങ്ങട്ടെ. അയ്യോ ഈശ്വരോ, അയ്യോ എനിക്ക് പൊങ്ങാൻ പറ്റുന്നില്ലേ. ആരെങ്കിലും ഓടി വരണേ, എന്നെ ഒന്ന് പൊക്കി നിർത്തണേ. അയ്യോ എൻ്റെ അമ്മേ, എന്തൊരു ചൊറിച്ചിലാടേ ഇത്. 2 ആഴ്ച കുളിച്ചില്ലെന്ന് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ അങ്ങ് ചൊറിയൂ. ഇതിനുമാതിരി മറ്റിടത്ത് ചൊറിച്ചിലായി പോയില്ലേ. എന്തായാലും ഇനി തൊട്ട് എല്ലാ ദിവസവും കുളിക്കണം. പക്ഷേ ഇനി ഇച്ചിരി നേരം കിടക്കട്ടെ, എന്നിട്ട് എണീറ്റ് കുളിക്കുന്നുള്ളൂ. അണ്ണാ നിക്കണ്ണ, ഞാൻ ആദ്യം ഇറങ്ങട്ടെ, എന്നിട്ട് നിങ്ങൾ ഇറങ്ങിയാ മതി. ചെടി പെണ്ണേടി, നീ ഇച്ചിരി ഒന്ന് നില്ലടി, ഞാൻ പറയുന്ന ഒന്ന് കേക്കടി. നിങ്ങൾ മിണ്ടരുത്. നിങ്ങൾക്ക് എന്റെ കൂട്ടുകാരിയുടെ ഫോൺ നമ്പർ വേണമില്ലേ? നിങ്ങൾ മിണ്ടി പോവരുത്. എടി അങ്ങനൊന്നും അല്ലെന്ന്, നീ നിന്നാണ് ഞാൻ പറയട്ടെന്ന്. നിങ്ങളുടെ ഒരു ഡയലോഗ് എനിക്ക് കേൾക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലയോ? നിങ്ങൾ ഒരു അവക്കടുത്ത് പോയി സംസാരിക്കപ്പോ അവളുടെ നമ്പർ വാങ്ങ്. ശരി, നീ ചുമ്മാ ഇടി. എടി ഞാൻ ഇച്ചിരി പറയട്ടെടി ഒന്ന്. എന്റെ കുറെ വരില്ല ഏട്ടല്ലേ. ചേടാ, ഇനി ഇവിടെ ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലെന്നാ തോന്നുന്നത്. എന്തിനാ ചുമ്മാ ഇവിടെ കുത്തിയിരിക്കുന്ന? ആ സമയത്ത് വീട്ടിൽ പോയിരിക്കാം. അല്ല പിന്നെ